ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വരുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ റമദാൻ സ്പെഷ്യലായിട്ട് ഒരു കഥ പറയാൻ പോവുകയാണ്. കേട്ടോളൂ. എന്നിൽ നിന്നും ബുദ്ധിയുള്ള മോറൽ സ്റ്റോറീസ് കേൾക്കാനും വലിയ വലിയ മഹാഭാരത കഥകൾ കേൾക്കാനും നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന കഥ മാത്രമാണ് രാജാവിൻ്റെ ഡൈനോസർ. ഒരിടത്ത് മെർമെയ്ഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് മെർമെയ്ഡ് കിങ്ങുകൾ ജീവിച്ചിരുന്നു. ലൂക്കോ എന്ന് പറഞ്ഞൊരു മെർമെയ്ഡ് കിങ്ങിന് തൻ്റെ രാജ്യത്ത് ഒരു ഡൈനോസറിനെ വേണമെന്നായിരുന്നു ആലോചിച്ചിരുന്നത്. ലൂക്കോ അങ്ങനെ പലവിധം ഡൈനോസറുകളിൽ നോക്കി. അങ്ങനെ തനിക്കിഷ്ടമായത് ടൈറാനോസോറസ്, ഏറ്റവും കൂടുതൽ ശക്തിയായിട്ടുള്ള ഡൈനോസർ. അവർക്ക് എല്ലാ ശക്തിയും ഉണ്ട്, അവർക്ക് എല്ലാവരെയും കടിക്കാനും പറ്റും. അപ്പോൾ രാജാവ് ഈ ഡൈനോസറെ ഇഷ്ടമായി. രാജാവിന് ആ ഡൈനോസറെ വാങ്ങാൻ തോന്നി. പക്ഷേ രാജാവ് ആ ഡൈനോസറെ വാങ്ങിയപ്പോൾ മന്ത്രിയും റാണിയും പറഞ്ഞു, ഇവർ കാർണിവോറസ് ഡൈനോസറുകളായതുകൊണ്ട് നിങ്ങൾ ഇവയെ വാങ്ങിയാൽ നിങ്ങൾ പ്രശ്നത്തിലാവും. പക്ഷെ രാജാവ് അതൊന്നും കേട്ടില്ല. രാജാവ് പറഞ്ഞു, ഭാര്യയെ, ഞാൻ ഈ ഡൈനോസറിനെ വാങ്ങിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നീ പേടിക്കേണ്ട, നീ ഒന്ന് പോയിട്ട് അലമാറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്ന്. ഭാര്യ അലമാറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്നു. ഭാര്യയ്ക്ക് അലമാറിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അവൾ ആ കാര്യങ്ങൾ ചെയ്തു. രാജാവ് ഡൈനോസറിനെയും വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷെ എല്ലാവരും രാജാവിനോട് പറയുകയാണ്, ഈ ഡൈനോസർ എല്ലാ മനുഷ്യനെയും തിന്നുന്ന ഡൈനോസർ. പക്ഷെ രാജാവ് അതൊന്നും കേട്ടില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. എല്ലാ ജീവികളെയും എല്ലാ മനുഷ്യരെയും എല്ലാത്തിനും തിന്നു ഡൈനോസർ കൊതിയോടിരിക്കാൻ രാജാവ് മാത്രമുള്ളായതുള്ളൂ. രാജാവിൻ്റെ റാണി പറഞ്ഞത് അനുസരിക്കണമായിരുന്നു. റാണിയും മന്ത്രിയും അവർ പറഞ്ഞത് അനുസരിക്കണമായിരുന്നു. അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഡൈനോസർ അവരെ തിന്നിരുന്നു. രാജാവ് അതൊന്നും അനുസരിക്കാത്തതിൻ്റെ ഗുണം മനസ്സിലായി. രാജാവ് അങ്ങനെ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ഈ ഡൈനോസറിനെ വേണ്ട. ദൈവം എനിക്ക് എൻ്റെ മനുഷ്യരെയും എൻ്റെ മൃഗങ്ങളെയും ആ ഡൈനോസറിനെ ഇല്ലാതെ എൻ്റെ മൃഗങ്ങളെയും തിരിച്ചു തരണേ. ആ ഡൈനോസറിനെ ഇല്ലാതെ ആക്കണേ. ദൈവനെ ചെയ്യണേ. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ ഗുണം നീ അനുസരിക്കണം. കാട്ടുജീവികളെ നീ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടുകയില്ല. അപ്പോൾ നിനക്ക് ആകെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ദൈവം പറഞ്ഞിട്ട് ദൈവം അവന് എല്ലാ സ്വത്തും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം പോലും അവന് കൊടുത്തു. അങ്ങനെ രാജാവ് തൻ്റെ ഗുണം മനസ്സിലാക്കി നല്ല സന്തോഷത്തോടെ തൻ്റെ രാജ്യത്ത് ജീവിക്കാൻ തുടങ്ങി. ആലകൃഷ്ണയുടെ കഥ നിങ്ങൾ കേൾക്കാൻ റെഡി ആയിക്കോളൂ. പിന്നെ ലൈക്ക്, ഷെയർ അതൊക്കെ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇപ്പം മുൻപ് പറഞ്ഞതായിരുന്നു. ഓക്കെ, ബൈ. നെക്സ്റ്റ് ഡേ ഞാൻ കാണുന്നതാണ്.